ഹലോ, നമ്മൾ ഇന്നുള്ളത് എറണാകുളം ജില്ലയിലെ തന്നെ ഏറ്റവും സുന്ദരമായ ഒരു ഗ്രാമപ്രദേശത്താണ്. അങ്ങനെ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്ന പേര് തന്നെ കടമക്കുടിയായിരിക്കും. ചുറ്റും കായൽ കൊണ്ടും അതുപോലെ തന്നെ നല്ല മനോഹരമായിട്ടുള്ള വയലേലകൾ കൊണ്ടൊക്കെ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലം. ഇവിടേക്ക് വരാൻ വേണ്ടി തന്നെ നമുക്ക് ഇപ്പൊ റോഡ് മാർഗമുണ്ട്, പണ്ട് അത് ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ചങ്ങാടത്തിലും നമുക്ക് വരാൻ പറ്റും. കേരളത്തിലെ മറ്റ് ഷാപ്പുകളിൽ നിന്ന് കടമക്കുടി ഷാപ്പിനെ വ്യത്യസ്തമാക്കുന്നത് അതിന്റെ ആ ഒരു ആംബിയൻസും ആ ഭൂപ്രകൃതിയാണ്. കൊച്ചിയുടെ സ്വന്തം കുട്ടനാട് എന്നാണ് കടമക്കുടിനെ ആളുകൾ വിളിക്കുന്നത്. കാരണം അധികം ബഹളങ്ങളൊന്നും ഇല്ലാതെ പോയിരുന്ന് കാഴ്ചകളൊക്കെ കണ്ട് കായലിന്റെ ആ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ച് ഏക്കറുകളോളം നീണ്ടു കിടക്കുന്ന വയലേലകളുടെ ഗ്രാമീണ ഭംഗിയും അതുപോലെ തന്നെ നല്ല ശുദ്ധമായ വായുവൊക്കെ ആസ്വദിച്ച് കള്ളുഷാപ്പിലെ രുചികളൊക്കെ പങ്കിടാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു സ്ഥലമാണ് കടമക്കുടി എന്ന് പറയുന്നത്. നമ്മുടെ കൊച്ചി സിറ്റിയിൽ നിന്ന് ഏകദേശം ഒരു 8 കിലോമീറ്റർ മാത്രമാണ് ഈ കടമക്കുടിയിലേക്കുള്ളത്. അതാണ് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. കടമക്കുടിന്റെ ഈ ഒരു ഗ്രാമഭംഗി മനസ്സിൽ കയറി പറ്റിയ സമയം തൊട്ട് ഉണ്ടായ ഒരു ആഗ്രഹമാണ് ഈ ഷാപ്പിലെ രുചി എന്ന് പറയുന്നത്. ഇതുവരെ പക്ഷേ ഷാപ്പിലേക്ക് വരാൻ വേണ്ടിയിട്ട് അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇത്ര തവണത്തെ നമ്മുടെ എറണാകുളം ട്രിപ്പിൽ നമ്മൾ ഒരു സ്പോട്ടായിട്ട് നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഷാപ്പ് എന്നുള്ളത്. ഇവിടെ കടമക്കുടി ഷാപ്പിന്റെ ഒരു ടൈമിങ് കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നത് ഒരു 10-11 മണിക്ക് ശേഷമാണ് ഇവിടെ ഓരോ ഫുഡ് ഐറ്റംസ് ഒക്കെ റെഡി ആയിട്ട് വരിക. അത് കഴിയുമ്പോഴാണ് രാവിലത്തെ ആ ഒരു നാടൻ കള്ളും കാര്യങ്ങളൊക്കെ എത്തുക. അപ്പോൾ ഒരു ലഞ്ച് അതിന് ശേഷമൊക്കെ ആയിട്ടാണ് കൂടുതലും ആളുകൾ ഇവിടെ വന്നിട്ട് ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ചു പോകുന്നത്. എറണാകുളം ജില്ലയിലെ തന്നെ എന്നല്ല കേരളത്തിലെ തന്നെ പ്രസിദ്ധമായിട്ടുള്ള ഷാപ്പുകളിലൊന്നാണ് കടമക്കുടി. ഒരു ഷാപ്പിലെ ടേസ്റ്റൊക്കെ എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ പിന്നെ വിഷ് ലിസ്റ്റിൽ വെച്ചിട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് കടമക്കുടി ഷാപ്പ്. 1341 വെള്ളപ്പൊക്കത്തിലാണല്ലോ കൊച്ചി അഴിമുഖം രൂപപ്പെട്ടത്. ഏതാണ്ട് ഇതേ സമയത്ത് തന്നെയാണ് കടമക്കുടി ഐലൻഡും രൂപം കൊണ്ടതെന്നാണ് ആളുകൾ പറയപ്പെടുന്നത്. 4 വശങ്ങളും വെള്ളത്താൽ ചുറ്റപ്പെട്ടതായതിനാൽ കടമക്കുടിയിലുള്ള ആളുകൾക്ക് പുറം ലോകവുമായി ബന്ധപ്പെടാനായി ബോട്ടുകളോ വഞ്ചിയോ മാത്രമായിരുന്നു പണ്ട് കാലത്തുണ്ടായിരുന്ന മാർഗം. എന്നാൽ പിന്നീട് ഇപ്പം റോഡ് വന്നതോടുകൂടി അത് കടമക്കുടിയുടെ വിനോദസഞ്ചാര സാധ്യതകളാണ് കൂടുതൽ തുറക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇല്ലാത്തതായിട്ട് ഒരു ഐറ്റവും ഇല്ല. മീനുണ്ട്, പിന്നെ മീന് അതുപോലെ തന്നെ ഫ്രൈസ് ആണെന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കടുക്ക ഉണ്ട്, ചെറിയ മീനുകളൊക്കെ ഉണ്ട്, കൊഴുവ ഫ്രൈ ഉണ്ട്. പിന്നെ കറികളാണെങ്കിൽ ഓൾറെഡി പറഞ്ഞ മീൻ കറി ഉണ്ട്, പോർക്കുണ്ട്, ബീഫുണ്ട്, താറാവുണ്ട്, മുയൽ വരെ ഉണ്ട്. പക്ഷെ ഇതെല്ലാം ആവണമെങ്കിൽ എനിക്ക് തോന്നുന്നു കടമക്കുടി ലൈവ് ആകുന്ന ടൈം ഒരു ഉച്ച പിന്നെ ആഫ്റ്റർനൂൺ ടൈമാണ്. അപ്പം അപ്പോഴത്തേക്ക് ഇവിടുത്തെ ഫുൾ ഫുഡ് ഐറ്റംസും കറികളൊക്കെ ഒന്ന് ലൈവായി നിർത്തുള്ളൂ. നമ്മൾ കുറച്ച് നേരത്തെ വന്നതുകൊണ്ട് തന്നെ ഓരോന്ന് ടായി വരുന്നു. പക്ഷെ എനിക്ക് ടെസ്റ്ററെ പോലെ ഇവിടെ ഇരിക്കുകയാണ് ഞങ്ങൾ രണ്ടുപേരും. അപ്പോൾ ഓരോ സാധനം ആവുന്നതിനനുസരിച്ച് നമ്മുടെ അടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ്. പിന്നെ കടലാണെങ്കിലും അന്തിക്കടലാണ് നമ്മളിപ്പോൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാലും വലിയ കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്. പിന്നെ കപ്പയൊക്കെ ആണെങ്കിലും കുറച്ച് നേരം കഴിഞ്ഞിട്ടേ ആവത്തുള്ളൂ. നമ്മൾ കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ട് ഓരോ ഐറ്റംസും ആകുന്നതിനനുസരിച്ച് നമ്മളിങ്ങനെ ടേസ്റ്റ് ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അപ്പം, ചപ്പാത്തി, പൊറോട്ട വന്നിട്ടുള്ള ഐറ്റംസൊക്കെ നമ്മൾ ഓരോന്നോരോന്ന് വാങ്ങിച്ചിങ്ങനെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചന്തു ആണെങ്കിലും ചപ്പാത്തി കുറച്ച് കഴിച്ചു. പിന്നെ ചന്തു കഴിക്കുന്ന വിചാരിച്ചിട്ടാണ് നിങ്ങൾ കുഴുവാപ്പഴ കാണിച്ചത്. എന്താണെന്നുള്ള അവൻ കഴിക്കുന്നില്ല. പിന്നെ അപ്പം നമുക്ക് ഓരോ ഐറ്റംസിനെ നോക്കി നോക്കാം. ഫൈനലി നമ്മൾ പറയാം മൊത്തത്തിലുള്ള ഒരു റിവ്യൂ കഴിക്കും. ഈ കടമക്കുടി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം കടന്നാൽ കുടുങ്ങി എന്നാണ്. ശരിക്കും കടന്നാൽ കുടുങ്ങി എന്ന അർത്ഥത്തിൽ തന്നെയാണ് കടമക്കുടി എന്ന് പറഞ്ഞിരുന്നത്. പക്ഷെ ഇന്ന് കടമക്കുടിന്റെ അർത്ഥവും അതിന്റെ ഭംഗിയും വേറെ തലത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ കടമക്കുടി കാണാത്തതായിട്ട് ആരും തന്നെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല എറണാകുളം ഭാഗത്ത്. ഇനിയിപ്പം എറണാകുളം കാണാനും വിസിറ്റ് ചെയ്യാനൊക്കെ വരുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും കടമക്കുടിയിൽ വരണം. അവിടുത്തെ ഷാപ്പിലത്തെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് പോയി നോക്കണം. ഇതൊക്കെയായിരുന്നു നമ്മുടെ കടമക്കുടിയിലുള്ള കാഴ്ചകളും വിശേഷങ്ങളൊക്കെ. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.